ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നല്ലേ, റെയിൽവേ സ്റ്റേഷനിൽ പോവാം. ഞാൻ മാത്രമല്ല, ഉമ്മച്ചിയുണ്ട്, ഉമ്മച്ചിയുടെ അനിയനുണ്ട്, മാമയുണ്ട്, മാമിയുണ്ട്, മാമിയുടെ ഫാമിലിയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാന്നല്ലേ, മലപ്പുറത്ത് രണ്ടാമത്തെ മാമയുടെ കല്യാണം. അപ്പോൾ ഞങ്ങൾ മൂത്ത മാമായും ഞങ്ങൾ ഇത്രയും പേരും കൂടെ ആയിട്ട് ട്രെയിനിലും കുറേ പേര് ബസ്സിനും ബാക്കി ചെറുക്കനും കുറച്ച് പേരും കാറിൽ. അങ്ങനെ ഞങ്ങൾ മലപ്പുറത്തോട്ട് പോവാം. അങ്ങനെ ട്രെയിനൊക്കെ കയറിയിരിക്കുക കേട്ടോ. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തീറ്റി മസ്റ്റാണല്ലോ, നുള്ളിപ്പറക്കി അതും ഇതൊക്കെ തിന്നിരിക്കുക. അങ്ങനെ എല്ലാവരും വേണ്ടേ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് തിന്നാൻ തുടങ്ങി കേട്ടോ. ഞാനും തിന്നാൻ തുടങ്ങി മാൽക്കിസ്റ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അത് തന്നെ ഞങ്ങളെല്ലാവരും ട്രെയിനിൽ ഇരുന്നാണ് മെഹന്തി ഇടാൻ തുടങ്ങിയത്. നമ്മൾ രാത്രിയാണ് ട്രെയിൻ കയറിയത്, എന്തായാലും വെളുക്കാറാവും അങ്ങെത്താൻ. അപ്പം നമുക്ക് ആവശ്യം പോലെ സമയമുണ്ട്. നാളെ അല്ലേ കല്യാണം, അപ്പം മൈലാഞ്ചി ഇടാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളിരുന്ന് മൈലാഞ്ചി ഇടുക. ഞാനാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. മാമിക്കും ഇട്ട് കൊടുത്തു, ഉമ്മച്ചിക്കും ഇട്ട് കൊടുത്തു. ഇട്ടത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹെൻസു വീണ്ടും വന്ന് നിൽക്കുക. എന്താ കാര്യം? മൈലാഞ്ചി ഇടാൻ വേണ്ടി. അവൾക്ക് മൈലാഞ്ചി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ട്. കയ്യിലിങ്ങനെ ചുമ്മാ വരച്ചു കൊടുത്താൽ മതി. അതൊക്കെ അവിടെ എവിടെയെങ്കിലും വെച്ചൊക്കെ തേക്കുമെങ്കിൽ പോലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവളെയും മാമായി അങ്ങ് മേലോട്ട് തട്ടി. എന്നിട്ട് ഞങ്ങളിതേ എൻ്റെ കയ്യിലും ഇട്ടിട്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കേട്ടോ, വർത്താനം പറഞ്ഞ്. അത് തന്നെ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ സൂസു സൂസു അങ്ങനെ നേരെ വാഷ്റൂമിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൂട്ടിപ്പോയി വീഴും കേട്ടോ, പിന്നെ പൊടി പോലും കിട്ടൂല. അങ്ങനെ ഒരു മിറർ പിക്ക് എടുക്കാൻ നിന്നപ്പോൾ ഉമ്മച്ചി നാണം വന്ന് ഓടി കേട്ടോ. അങ്ങനെ ഒന്ന് കണ്ണടഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറ്റിപ്പുറം എത്തി കേട്ടോ. അങ്ങനെ ഇറങ്ങേണ്ടി വന്നു. അവിടെ ഇറങ്ങി ഉറക്കം തൂങ്ങി നിന്ന് 2-3 വീഡിയോ എടുത്തു കേട്ടോ. എന്തിനെന്ന് വെച്ചാൽ എനിക്കും അറിഞ്ഞുകൂടാ. ഞാനും മാമിയും ഓരോരോ വട്ടുകൾ. അത് കഴിഞ്ഞ് നീളം കൂടി ഒരു ജീപ്പിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചാളടിക്കിട്ട മാതിരി കയറി കേട്ടോ. കയറി ഞങ്ങൾക്ക് അവിടെ പെണ്ണിൻ്റെ വീട്ടുകാർ ഓൾറെഡി റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പെണ്ണിൻ്റെ വാപ്പായാണ് ആ നിൽക്കുന്ന യെല്ലോ കളർ ഷർട്ടിലെ കുർത്ത. അങ്ങനെ നമ്മളെല്ലാം റൂമിലൊക്കെ എത്തി കേട്ടോ. നമ്മുടെ റൂം കണ്ടപ്പോഴത്തേക്കാണ് എനിക്കൊരു സമാധാനമായത്. ഇനിയിപ്പോൾ ഒന്ന് കയറി കിടക്കാമല്ലോ. ഞങ്ങൾ 5 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ സമയമുണ്ടല്ലോ, നമ്മൾ ഒരു 2 മണിക്കൂർ ഉറങ്ങാം. ബാക്കി വീഡിയോസ് നമുക്ക് അടുത്ത പാർട്ടി കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള ടാറ്റ ബൈ ബൈ, സീ യു.